بسم الله الرحمن الرحيم. ألف لام ميم. غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين. لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1368 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്ത് റൂമിൻ്റെ ആമുഖമാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ഗുലിബത്തിർ റൂം ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂൻ ഫീ ബിദ്ഇ സിനീൻ. لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون بنصر الله ينصر من يشاء وهو العزيز الرحيم. صدق الله العلي العظيم. സൂറത്ത് റൂമിലെ 1 മുതൽ 5 വരെയുള്ള ആദ്യത്തെ 5 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമാണ് സൂറത്ത് റൂം. ഇതിന്റെ തൊട്ടു മുമ്പുള്ള 29-ാമത്തെ അധ്യായം സൂറത്തുൽ അൻകബൂത്ത് ദിവസങ്ങളുടെ നീണ്ട പഠനം നമ്മൾ നിർവഹിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് ആ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളും സംശയ നിവാരണവും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ നിർവഹിക്കുകയുണ്ടായത്. ഇന്നുകൂടി സൂറത്തുൽ അൻകബൂത്തിന് വേണ്ടി മാറ്റിവെക്കാം എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ചോദ്യങ്ങളൊന്നും പിന്നെ അയച്ചു കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് ലൈവായ ഒരു സെഷൻ ഓപ്പൺ ചെയ്തു വെച്ചാൽ ചോദ്യങ്ങൾ ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നുകൂടി മനസ്സിലാക്കിയിട്ട് നമ്മൾ പുതിയ സൂറത്തിന്റെ പഠനം ആരംഭിക്കുകയാണ്. ആർക്കെങ്കിലും സൂറത്തുൽ അൻകബൂത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളോ വ്യത്യസ്തമായ നിരീക്ഷണങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ പങ്കുവെക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉന്നയിക്കാനുണ്ടെങ്കിൽ അത് ഇനിയും നമ്മളെ ഖുർആൻ ഡിസ്കഷൻ ഫോറം എന്ന വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദ്യങ്ങളോ അത്തരം പ്രതികരണങ്ങളോ ഒക്കെ അയക്കാവുന്നതാണ്. അത് നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരികയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അതിനുവേണ്ടി നമുക്ക് സമയം കണ്ടെത്തുന്നതിന് തടസ്സമൊന്നുമില്ല. അങ്ങനെ ചോദ്യങ്ങളുള്ളവർക്ക് അത് റൈസ് ചെയ്യാൻ അവസരം നൽകപ്പെടുന്നതാണ്. അല്ലെങ്കിൽ ഇന്നത്തെ നമ്മളുടെ ഈ ചാറ്റ് ബോക്സിൽ, ക്ലബ് ഹൗസിന്റെ ചാറ്റ് ബോക്സിൽ എഴുതിയിട്ടാലും ചോദ്യങ്ങൾ പരിഗണിക്കാൻ സാധിക്കും. അപ്പോ അത്രയും സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ സൂറത്തുൽ അൻകബൂത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ ചർച്ച അവസാനിച്ചതായിട്ട് അറിയിക്കുകയാണ്. പിന്നെ പുതിയ സൂറത്തിന്റെ പഠനമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ഈ സൂറത്തിന്റെ പേര് അർ-റൂം എന്നാണ്. അർ-റൂം, അലിഫ്, ലാമ്, റാ, വാവ്, മീം, അങ്ങനെയാണ് ഇതിലെ അക്ഷരങ്ങൾ. അർ-റൂം, റൂം എന്നത് ആ കാലഘട്ടത്തിലെ വിശുദ്ധ ഖുർആൻ അവതരിച്ചിരുന്ന കാലഘട്ടത്തിലെ ഒരു സാമ്രാജ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അന്ന് ലോകത്ത് വളരെ ശക്തി ആർജിച്ചിട്ടുണ്ടായിരുന്ന 2 സാമ്രാജ്യങ്ങളാണ്. മിക്കവാറും നമുക്കറിയുന്ന ലോക
ചരിത്രഘട്ടങ്ങളിലൊക്കെ തന്നെ ലോകത്ത് രണ്ട് പ്രബല ശക്തികൾ ഉണ്ടാവാറുണ്ട്. അത് വിരുദ്ധ ചേരികളായിട്ട്, അങ്ങനെ രണ്ട് ധ്രുവങ്ങളായിട്ട് അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ ചേരികളൊക്കെ ആയിട്ട് മാറാൻ കാരണമാകുന്ന വിധത്തിലുള്ള രണ്ട് സാമ്രാജ്യത്വ ശക്തികൾ ലോകത്ത് മിക്ക ഘട്ടങ്ങളിലും ഉണ്ടാവാറുണ്ട്. സമീപകാലത്താണ് സോവിയറ്റ് റഷ്യയുടെ തകർച്ചയോടുകൂടി അങ്ങനെ ഒരു ബൈപോളർ ആയിട്ടുള്ള ആ ലോകക്രമത്തിൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് നമ്മുടെ കാലഘട്ടത്തിൽ. ഇവിടെ പരാമർശിക്കപ്പെടുന്നത് റോമൻ സാമ്രാജ്യമാണ്, റോം ആണ്. ഇംഗ്ലീഷിൽ റോം എന്ന് പറയുന്ന അതേ വാക്ക് തന്നെയാണ് അറബിയിൽ റൂം എന്ന് പറയുന്നത്. അറബിയിൽ ഒ കാരം ഇല്ലാത്തത് കൊണ്ട് ഊകാരം വെച്ചുകൊണ്ടാണ് കാര്യങ്ങൾ പറയാം. അപ്പോ ഒ എന്ന ശബ്ദം അല്ലെങ്കിൽ ആ ഒരു ഒകാരം എന്ന് പറയുന്ന ആ ഒരു സ്വരം അറബിയിലെ പ്രയോഗത്തിലില്ല. അപ്പോ അതിനോട് ക്ലോസ്നെസ് ഉള്ളത് പിന്നെ ഉകാരമാണ്. അങ്ങനെയാണത് റൂം എന്ന ഉച്ചാരണം വരുന്നത്. അപ്പൊ സൂറത്തു റൂം വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ സൂറത്താണ്. നമ്മള് ഖുർആന്റെ പഠനത്തില് പകുതിയിലേറെ ഭാഗം പിന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട്. റൂം എന്ന ഈ സൂറത്ത് 2-ാമത്തെ പകുതിയിൽ കുറെ എത്തിയതിനു ശേഷമാണ് വരുന്നത്. ആദ്യത്തിലെ സൂറത്തുകളൊക്കെ ഒരുപാട് ദൈർഘ്യമുള്ളതായതുകൊണ്ട് പിന്നെ സൂറത്തുകളുടെ വലിപ്പത്തില് അങ്ങനെ പൊതുവായിട്ടുള്ള ഒരു സ്വഭാവമല്ല ഖുർആനിലുള്ളത് എന്ന് നമുക്കറിയാലോ. അപ്പോ ഈ സൂറത്തില് 60 ആയത്തുകളാണുള്ളത്. 60 ആയത്തുകൾ അടങ്ങിയ സൂറത്താണ്. ഇത് മക്കയിലാണ് അവതരിച്ചിട്ടുള്ളത്. മക്കയിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികള് എത്യോപ്യയിലേക്ക് ഹിജ്റ നിർവഹിച്ച ആ ഘട്ടത്തിൽ അതിനോടനുബന്ധമായ ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്തിന്റെ അവതരണം. ഏകദേശം ക്രിസ്താബ്ദം 615 എന്നൊക്കെ വേണമെങ്കിൽ അതിനെ നമുക്ക് ക്രിസ്തു വർഷക്കണക്കിൽ അങ്ങനെ പറയാൻ സാധിക്കും. യഥാർത്ഥത്തില് 613 അതിനെ തുടർന്ന് ഒരു 2 വർഷത്തോളം പിന്നിട്ട ഘട്ടത്തിൽ 615 എത്യോപ്യയിലേക്കുള്ള ഹിജ്റ നടക്കുന്നത്. എന്ന് പറഞ്ഞാൽ മദീനയിലേക്കുള്ള ഹിജ്റ നടക്കുന്നതിന്റെ 7 വർഷം മുമ്പ് ആണ് ആദ്യത്തെ ഹിജ്റ. അതിനുശേഷം ഒരു 2 years കൂടി കഴിഞ്ഞിട്ട് അതിന്റെ ഈ 7 വർഷവും അതിന്റെ മുന്നേ ആയിട്ട് ഒരു 2 വർഷം, അങ്ങനെ ആ ഒരു ഘട്ടത്തിലാണ് മദീനയിലേക്കുള്ള ഹിജ്റയുടെ 7 അല്ലെങ്കിൽ 5 വർഷങ്ങൾ മുമ്പായിട്ടാണ് എത്യോപ്യയിലേക്കുള്ള ഈ ഹിജ്റ നടക്കുന്നത്. അപ്പൊ ഇത് ഏകദേശം ക്രിസ്താബ്ദം 613 615 ഒക്കെ ആയിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഞാനിത് ഈ കലണ്ടർ ഇയേഴ്സ് ഈ ക്രിസ്ത്യൻ ഇയറയിൽ അത് പറയുന്നതിനൊരു കാരണം, ഏറ്റവും കൂടുതൽ സമകാലിക രാഷ്ട്രീയത്തിലേക്ക് പരാമർശങ്ങൾ നടത്തുന്ന വിശുദ്ധ ഖുർആനിലെ ഒരു ഭാഗമാണ് സൂറത്തുർ റൂം. ആ കാലഘട്ടത്തിലെ അന്തർദേശീയ രാഷ്ട്രീയവുമായിട്ട് കെട്ടുപിണഞ്ഞു കിടക്കുന്ന വിഷയങ്ങളാണ് ഈ സൂറത്തില് മുഖ്യ പ്രതിപാദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കാലണ്ടർ ഇയർ, ഈ ക്രിസ്ത്യൻ ഇയറയും അതുപോലെ ഹിജ്റ വർഷത്തില് ഏത് ഘട്ടത്തിലാണെന്നുള്ളതൊക്കെ ഇങ്ങനെ സ്പെസിഫൈ ചെയ്തുകൊണ്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ വായിക്കുന്ന ലോക ചരിത്രത്തിലെ സംഭവ വികാസങ്ങൾ പലപ്പോഴും ഈ ഹിജ്റ കലണ്ടറിലെ വർഷങ്ങളുമായിട്ട് നമുക്ക് എളുപ്പത്തിൽ അങ്ങ് കണക്ട് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം യൂറോപ്യൻ അതുപോലെ പടിഞ്ഞാറൻ ചരിത്രകാരന്മാര് ക്രിസ്ത്യൻ ഇയറയിലായിരിക്കും അതിന്റെ വർഷവും അതുപോലെയുള്ള കാലഗണനയൊക്കെ നടത്തിയിട്ടുണ്ടാവുക. അപ്പോ നമുക്കതിനെ ഹിജ്റ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ് താനും.
കാരണം അത് ഖുർആൻ അതിനെ പരാമർശിക്കുന്നത് കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ സംഭവ വികാസങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്കത് മനസ്സിലാക്കൽ വളരെ അനിവാര്യമാണ്, നിർബന്ധമാണ്. അതില്ലാതെ നമുക്ക് കാര്യങ്ങൾ വേണ്ട വിധത്തിൽ ഗ്രഹിക്കാൻ സാധിക്കില്ല. അപ്പോ ചില കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. സൂറത്ത് റൂം എന്നാണ് ഈ സൂറത്തിന്റെ പേര്. ആ പേര് അതിന് വരുന്നത് ഇതിലെ 2ാമത്തെ ആയത്തിൽ നിന്നാണ്. ഈ സൂറത്തിന്റെ തുടക്കം ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചല്ലോ. അതില് അലിഫ് ലാം മീം എന്നീ മുഖത്താഴത്തുകളുടെ ഈ അക്ഷരങ്ങൾ അടങ്ങിയിട്ടുള്ള ആയത്ത് കഴിഞ്ഞിട്ട് ഗുലിബത്തി റൂം എന്ന് കാണാം. റോം പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. റോം ഹാസ് ബീൻ ഡിഫീറ്റഡ് എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ്. റോമിനെയാണ് പരാമർശിക്കുന്നത്. റോം പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അതിനെ തുടർന്ന് ചില പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് ഖുർആൻ ഇവിടെ തന്നെ. നമ്മൾ അതിലേക്ക് പോകാം. അതിന്റെ മുമ്പ് ഈ സൂറത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൊതുവായ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ഈ സൂറത്തിന്റെ ഒരു ശരിയായ രീതിയിൽ ഈ സൂറത്ത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും ഒക്കെ അത് വളരെ അനിവാര്യമാണ്. അപ്പോ 60 ആയത്തുകൾ അടങ്ങിയ വിശുദ്ധ ഖുർആനിലെ 30ാമത്തെ അധ്യായം സൂറത്ത് റൂം, ഇതിന്റെ പഠനമാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഇതിന്റെ പേര് റൂം എന്നാണ്. ഇത് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ നമ്മളെ സാധാരണ നമ്മൾ കാണിക്കാറുള്ള ഒരു അബദ്ധമുണ്ട്. അറബിയില് ഈ ഖമരിയായ അക്ഷരങ്ങളും ശംസിയായ അക്ഷരങ്ങളും എന്ന വിധത്തില് അറബി അക്ഷരമാലയിലെ അക്ഷരങ്ങളെ 2 കാറ്റഗറീസ് ആയിട്ട് തിരിക്കാൻ പറ്റും. അലിഫ് ലാമ് ചേർന്ന് വരുമ്പോൾ ചേർത്ത് വായിക്കുന്നതും സെപ്പറേറ്റ് ചെയ്ത് വായിക്കുന്നതുമായ 2 കാറ്റഗറീസ് ഓഫ് ലെറ്റേഴ്സ് ആണ് അറബി ഭാഷയിലുള്ളത്, അറബി ആൽഫബറ്റിലുള്ളത്. അപ്പൊ ചില അക്ഷരങ്ങളുടെ മുന്നേ അലിഫും ലാമും ചേർന്ന് വന്നാൽ അതിനോട് അങ്ങ് ചേർത്ത് ഇപ്പോ റൂം അലിഫ് ലാമ് കഴിഞ്ഞിട്ട് റാ, അങ്ങനെയാണല്ലോ അത് വരുന്നത്. പക്ഷെ അവിടെ ലാമ് ഉച്ചരിക്കൂല. ലാമ് ഇതിനോടങ്ങ് ചേർത്തിട്ട് അത് സ്വാലോ ചെയ്തുകൊണ്ടാണ് ഉച്ചരിക്കുക. അപ്പോ അൽ റൂം എന്നൊരിക്കലും പറയില്ല, റൂം എന്നേ പറയുള്ളൂ. അതേപോലെ തന്നെയാണ് അന്നൂറും. പക്ഷെ നമ്മൾ പലപ്പോഴും ആശുപത്രികളുടെ പേരൊക്കെ ആയിട്ട് എഴുതി വെക്കുന്നത് അൽ നൂർ എന്നാണ്. എന്നിട്ട് അത് തന്നെ വായിക്കുകയും ചെയ്യും. അൽ നൂർ എന്ന് എഴുതി വെച്ചിട്ട് അന്നൂർന്ന് വായിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ അങ്ങനെയല്ല ചെയ്യുക. കാരണം ഈ അറബി ഭാഷാ നിയമം അറിയാത്ത ആളുകളാണല്ലോ ഇത് കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നത്. അവര് അവിടെ എന്താണോ എഴുതി വെച്ചത് അത് വായിക്കും എന്നതാണ് ശീലം. അപ്പൊ അറബിയിൽ എഴുതുമ്പോഴും അൽ നൂർ എന്ന് തന്നെയാണ് എഴുതുന്നത്, പക്ഷെ വായിക്കുക അന്നൂർ എന്നാണ്. കാരണം അത് ശംസിയായ അക്ഷരമാണ്. ശംസിയായ അക്ഷരം എന്ന് പറഞ്ഞാല് അലിഫ് ലാമ് ചേർന്നിട്ട് ഷംസ് ചേർത്തൊന്ന് വായിച്ചു നോക്കിയാൽ എങ്ങനെ വായിക്കുക? അഷംസ് എന്നാണ് പറയാ. അതൊരിക്കലും അൽ ഷംസ് എന്ന് പറയില്ല. അതേപോലെയുള്ള പദങ്ങൾക്കാണ് ഈ നമ്മൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾക്കാണ് ഈ ശംസിയായ അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നൂൻ എന്നത് ശംസിയായ അക്ഷരമായതുകൊണ്ട് അതിന്റെ മുന്നേ അലിഫും ലാമും വന്നാൽ അന്നൂൻ അല്ലെങ്കിൽ അന്നൂർ എന്നൊക്കെയാണ് പറയാ. അതിന് അവിടെ ലാം ഉച്ചരിച്ചുകൊണ്ട് പറയില്ല. അതേപോലെ ഖമരിയായ അക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ ഖമറിനോട് അലിഫ് ലാമ് ചേർത്ത് നോക്കിയാൽ അൽ ഖമർ എന്നാ പറയാ, അഖമർ എന്ന് പറയില്ല. അവിടെ സെപ്പറേറ്റ് ചെയ്തുകൊണ്ട് പറയണം, ലാം ഉച്ചരിക്കണം. അലിഫ് ലാം രണ്ടും കേൾക്കുന്ന വിധത്തിലായിരിക്കും അത്. അപ്പൊ അൽ ഖമർ, അൽ ഖമർ എന്നാണ് പറയാ, അഖമർ എന്ന് പറയില്ല. അതേസമയത്ത് അൽ ഷംസ് എന്ന് പറയില്ല, അഷംസ് എന്നാണ് പറയാ. ഇപ്പൊ റൂമിന്റെ കാര്യത്തിലും അലിഫ്ലാം അതിനോട് ചേരുമ്പോ റൂം എന്നാണ് പറയേണ്ടത്, മറിച്ച് അൽ റൂം എന്ന് പറയില്ല. അപ്പൊ അങ്ങനെ തെറ്റായ ഒരു വായന ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാനത് റൂം എന്നാണ് എഴുതാറുള്ളത്. മലയാളത്തിൽ അങ്ങനെ എഴുതുന്നതിന് യാതൊരു പ്രയാസവും ഇല്ല. അത് ആയും റ് ചേർത്ത് പിന്നെ അതിനോട് റൂം എന്ന് വേറെ ഒന്നിച്ച് എഴുതുക, അങ്ങനെ റൂം എന്ന് എഴുതാൻ സാധിക്കും. ആ എഴുതിയ വിധത്തിൽ വായിക്കുകയും ചെയ്യാം. സൂറത്ത് എന്ന വാക്ക് അതിനോട് ചേർന്ന് വരുമ്പോൾ സൂറത്ത് റൂം എന്ന് സുഖമായി പ്രയാസരഹിതമായിട്ട് എഴുതാൻ സാധിക്കും. അത് വായനയിലൊരു പിശക് കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ എഴുതുന്നത്. എല്ലായിടത്തും അതുപോലെ തന്നെ കണ്ടുകൊള്ളുന്നില്ല. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലൊക്കെ AL എന്ന് എഴുതിയിട്ടൊരു ഹൈഫണൊക്കെ കൊടുത്തിട്ട് കാണും റൂം എന്ന് എഴുതുന്നത്.
പക്ഷെ എങ്ങനെ എഴുതിയാലും വായിക്കേണ്ടത് അറൂം എന്ന് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. വ്യത്യസ്ത എഴുത്തുകാര് വ്യത്യസ്ത പാറ്റേൺ ഫോളോ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് ഈ വ്യത്യസ്തമായ എഴുത്തുകൾ വരുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. അപ്പോ 60 ആയത്തുകളാണ് ഈ സൂറത്തിൽ അടങ്ങിയിട്ടുള്ളത്. ഈ സൂറത്തിന്റെ അവതരണം അല്ല, ഇതിന്റെ പേര് അറൂം എന്നത് ഇതിലെ 2ാമത്തെ ആയത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഒലിബത്തി റൂം എന്ന വളരെ ചെറിയ ആയത്തിലെ 2ാമത്തെ വാക്ക്, അതാണ് അറൂം. അറൂം എന്നത് നമുക്ക് പരിചയമുള്ള റോം എന്ന പദമാണ്. ഇന്നും റോം എന്ന പദം പ്രയോഗത്തിലുണ്ട്, അങ്ങനെ ഒരു രാജ്യമുണ്ട്. പക്ഷെ പഴയ കാലത്ത് വിശുദ്ധ ഖുർആൻ അവതരിച്ചിരുന്ന കാലത്ത് റോം വളരെ ചെറിയൊരു രാജ്യം ആയിരുന്നില്ല, വലിയൊരു സാമ്രാജ്യമായിരുന്നു. വലിയ ഭൂപ്രദേശങ്ങള്, പ്രത്യേകിച്ച് അറേബ്യയോട് ചേർന്ന് കിടക്കുന്ന ജോർഡാൻ, സിറിയ, പാലസ്റ്റീൻ പോലെയുള്ള പ്രദേശങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്ന അന്നത്തെ വലിയ ലോകശക്തികളിൽ ഒന്നായിരുന്നു റോം. റോം ക്രൈസ്തവ സ്വാധീനത്തിലും മേധാവിത്വത്തിലും ഉണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ആ ഘട്ടത്തിൽ. റോമിന്റെ ഒരു സൗഹൃദ രാജ്യമായിട്ടായിരുന്നു എത്യോപ്യ ഉണ്ടായിരുന്നത്. അബിസീനിയ എന്നാണ് എത്യോപ്യയെ കുറിച്ച് അറബിയിൽ പറയുക. അബിസീനിയ ആഫ്രിക്കൻ രാജ്യമാണ് എത്യോപ്യ. അവിടുത്തെ രാജാവാണ് നമുക്കറിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വളരെ സൗഹൃദപരമായി നിലപാട് സ്വീകരിച്ച, സത്യവിശ്വാസികൾക്ക് അഭയം നൽകിയ നജാഷി രാജാവ്. നെഗസ് എന്ന് ചരിത്രത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. നെഗസ് എന്നാണ് അറബിയിലെ, നജാഷി എന്നാണ് അദ്ദേഹത്തെ പരാമർശിക്കാറുള്ളത്. അപ്പൊ നജാഷി രാജാവിന്റെ ഭരണത്തിലുണ്ടായിരുന്ന എത്യോപ്യ ക്രൈസ്തവ മേധാവിത്വമുള്ള രാജ്യമായിരുന്നു. റോമ സാമ്രാജ്യവുമായി സൗഹൃദത്തിലായിരുന്ന രാജ്യമാണ് എത്യോപ്യ. അപ്പൊ എത്യോപ്യ ആ ഘട്ടത്തില് മുസ്ലിം അഭയാർത്ഥികൾക്ക് പലായനം ചെയ്തു വന്ന 100ഓളം വരുന്ന മക്കയിൽ നിന്ന് വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികൾക്ക് അഭയം നൽകിയ രാജ്യമാണ്. അവരോട് വളരെ സൗഹൃദപരമായ ഒരു നിലപാട് സ്വീകരിച്ച, ക്രൈസ്തവ മൂല്യങ്ങളെ ജീവിതത്തില് വളരെ ശ്രദ്ധയോടുകൂടി പാലിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണാധികാരി നജാഷി അഥവാ നഗേസ് ഭരണം നടത്തിയിരുന്ന ഒരു ഭൂപ്രദേശമാണ് ഈ എത്യോപ്യ. എത്യോപ്യയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശപ്രകാരം ആദ്യകാല മുസ്ലിങ്ങള് അവർക്ക് ഹിജ്റ ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുപക്ഷത്ത് നിലകൊണ്ടിരുന്ന ഖുറൈശി നേതാക്കന്മാരും അതുപോലെ അറബ് വ്യക്തികളും ഒക്കെ തന്നെ നജാഷി രാജാവിന്റെ എന്നോടൊരു വിരോധം, അതുപോലെ നജാഷി രാജാവുമായി സൗഹൃദത്തിലുണ്ടായിരുന്ന റോമ സാമ്രാജ്യത്തിനോടും ഒരു വിരോധം അങ്ങനെ കൊണ്ടു നടക്കുന്നുണ്ടായിരുന്നു. അതിന് കാരണം മുസ്ലിങ്ങളെ പലായനം ചെയ്ത് എത്യോപ്യയിൽ എത്തിയ ഘട്ടത്തിൽ അവരെ അവിടുന്ന് മടക്കി അയക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ ഖുറൈശി നേതാക്കന്മാര് 1-2 ആളുകളെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അവര് വളരെ പരാജിതരായി. രാജാവ് അവർക്ക് യാതൊരു നിലക്കുമുള്ള അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചത് യാതൊരു നിലക്കും അത് അക്കോമഡേറ്റ് ചെയ്യുകയുണ്ടായിട്ടില്ല. അവർക്ക് കേൾക്കാനും സംസാരിക്കാനൊക്കെ അവസരം കൊടുത്തെങ്കിലും അവരുടെ പക്ഷം ന്യായമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ എത്യോപ്യൻ രാജാവ് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്യോപ്യയോട് അവർക്കൊരു അമർഷം ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കൾക്ക്. അതിന് കാരണം അവര് ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുയായികളെയും ഉൾക്കൊള്ളാൻ സന്നദ്ധരാകുന്നു, അവരോട് സൗഹൃദപരമായ നിലപാട് സ്വീകരിക്കുന്നു, മക്കയിലെ അധികാരം കൈയാളുന്ന പ്രമാണിമാരോട് അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുകയോ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി അവര് നിലകൊള്ളുകയോ ഒന്നും ചെയ്യുന്നില്ല. ഈ കാരണത്താല് ഈ ഖുറൈശികൾക്കും അതുപോലെ ഖുറൈശികളെ പിന്തുണച്ചുകൊണ്ട് നിലകൊണ്ടിരുന്ന അറബികൾക്കും പൊതുവായിട്ട് എത്യോപ്യൻ രാജാവിനോടും എത്യോപ്യയിലെ ക്രൈസ്തവ സമൂഹത്തോടും അതുപോലെ അവരുമായി വളരെ സൗഹൃദത്തിലായിരുന്ന റോമൻ സാമ്രാജ്യത്തിനോടും ഒക്കെ ഒരു ശത്രുത അല്ലെങ്കിൽ ഒരു വിദ്വേഷമൊക്കെ നിലനിർത്തി പോരുന്ന ഒരു ഘട്ടമാണ്. ആ ഒരു ഘട്ടത്തിലാണ്
ഈ അത്യന്തം രാഷ്ട്രീയ പ്രാധാന്യമുള്ള ആ കാലഘട്ടത്തിലെ സമകാലിക രാഷ്ട്രീയത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ചില സംഭവങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു ഈ സൂറത്ത് അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ കാലഘട്ടത്തിൽ ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ ഹമാസിന് വലിയ രാഷ്ട്രീയ തിരിച്ചടിയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു കാലമാണല്ലോ. അല്ലെങ്കിൽ ഒരുപക്ഷെ ഹമാസ് ലക്ഷ്യമിട്ട കാര്യങ്ങൾ റിയലൈസ് ചെയ്യാൻ സാധിക്കാത്ത ഭൗതിക അർത്ഥത്തിൽ ഒരുപാട് നഷ്ടങ്ങളോ അല്ലെങ്കിൽ ജീവഹാനിയൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള ഒരു അവസ്ഥയില് നമുക്ക് ധാരാളം ആളുകൾ ഇപ്പോഴും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ പലസ്തീനിലെ ഗാസ പ്രദേശത്തൊക്കെ തന്നെ. അപ്പോ ഹമാസിന് പെട്ടെന്നൊരു വിജയം ഉണ്ടാകുന്ന ലക്ഷണങ്ങളൊന്നും കാണുന്ന ഒരവസ്ഥയിലല്ല കാര്യങ്ങൾ കിടക്കുന്നത്. അപ്പോ വേണമെങ്കിൽ ഹമാസിന് പരാജയത്തിന് മേൽ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്നൊക്കെ ഭൗതികാർത്ഥത്തിൽ നമുക്ക് പറയാം. അതിന് വേറെയും പല തലങ്ങളും ഉണ്ട്. നമ്മൾ എന്ത് കോസിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ജയപരാജയങ്ങൾ തീരുമാനിക്കപ്പെടുക. കൊല്ലപ്പെടുന്നതോ അല്ലെങ്കിൽ ഭൗതികമായി സൈനികമായി സെറ്റ് ബാക്ക് ഉണ്ടാവുന്നതോ ഇസ്ലാം പരാജയമായിട്ട് കാണാറേ ഇല്ല. അത് നമ്മൾ അതിന്റെ കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു ഘട്ടത്തില് അവരെ പരാമർശിച്ചുകൊണ്ട് ഒരു പ്രവചനം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോ ഹമാസ് പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, വരും വർഷങ്ങളിൽ അല്ലെങ്കിൽ അധികം വൈകാതെ ഹമാസ് വിജയിച്ച് മുന്നേറും എന്നൊരു പ്രവചനം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോ അത് കേൾക്കുന്ന ആളുകൾക്ക് ചിരി വരും. പ്രത്യേകിച്ച് ഹമാസിനോട് മാനസികമായി പിന്തുണ ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാതെ അടിസ്ഥാനരഹിതമായ ഒരു പ്രസ്താവന അല്ലെ ഒരു പ്രവചനം, ഒരു തമാശ പറച്ചില് ഒക്കെ ആയിട്ടാണ് പലർക്കും അത് തോന്നുക. പക്ഷെ അത് അങ്ങനെ തോന്നുന്നത് അത് കേൾക്കുന്ന ആളുകൾ പലരും ഹമാസിനെ അനുകൂലിക്കുന്ന ആളുകളെ പരിഹസിക്കാനും കളിയാക്കാനും ഒക്കെ രംഗത്ത് വന്നെന്നും വരും. കാരണം അത്രയും വലിയ ജീവഹാനിയൊക്കെ സംഭവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലാണല്ലോ ഉള്ളത്. ആ ഒരു ഘട്ടത്തിൽ ഹമാസ് പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, വരും വർഷങ്ങളിൽ വൈകാതെ തന്നെ അവര് വലിയ വിജയം നേടും എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പ്രവചനം നടത്തുകയാണെങ്കിൽ ഹമാസിനോട് മാനസിക പിന്തുണ ഇല്ലാത്ത ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ പരിഹസിക്കാനും ചിരിക്കാനും ഒക്കെയാണ് തോന്നുക. സമാനമായൊരു സാഹചര്യം അറേബ്യയിൽ നിലനിൽക്കുന്നതിനെ പരാമർശിച്ചുകൊണ്ടാണ് ഖുർആൻ ഈ സൂറത്തിന്റെ തുടക്കം, ഇതിലെ ആയാത്തുകൾ വരുന്നത്. ഇതിന്റെ തുടക്കം ഞാൻ നിങ്ങൾ കേൾപ്പിച്ചല്ലോ. ഗുലിബത്തി റൂം എന്നാണ് ഇതിന്റെ തുടക്കം. അലിഫ് ലാം മീം കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അതിനെല്ലാറില് വളരെ സമീപസ്ഥമായ പ്രദേശത്ത് വെച്ച് റോം പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാൽ വഹും മിംബാഴി വലബിഹിം സയഫലിപ്പും അവരുടെ പരാജയത്തിന് ശേഷം വൈകാതെ തന്നെ അവര് വിജയിച്ച് മുന്നേറുന്നതാണ് എന്നൊരു പ്രവചനാണ് ഇവിടെ ഉള്ളത്. അപ്പോ റോം ആ ഘട്ടത്തില് അന്നത്തെ രണ്ട് പ്രമുഖമായ സാമ്രാജ്യങ്ങൾ, ഒന്ന് റോമും മറ്റൊന്ന് അവരുമായി കൊമ്പുകോർക്കാൻ ഏത് സന്ദർഭത്തിലും സാധ്യത ഉണ്ടായിരുന്ന പേർഷ്യയുമാണ്. രണ്ട് സാമ്രാജ്യങ്ങളാണ് ആ ഘട്ടത്തില്. അപ്പോ ഈ ആയത്ത് അവതരിക്കുന്നത് AD 615 അല്ലെങ്കിൽ ഹിജ്റക്ക് മുമ്പ് 7-ാം വർഷത്തിലൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ 9-ാം വർഷത്തിനോട് അടുത്തൊരു ഘട്ടത്തിലൊക്കെയാണ് ഇത് എന്ന് കാണാൻ കഴിയും. അത് എത്യോപ്യയിലേക്കുള്ള ഹിജ്റ നടക്കുന്ന ആ ഘട്ടത്തിലാണ് ഈ ആയത്തുകളുടെ, ഈ സമകാലിക രാഷ്ട്രീയത്തെ പരാമർശിച്ചുകൊണ്ടുള്ള ഈ ആയത്തുകൾ അടങ്ങിയ സൂറത്ത് റൂം അവതരിക്കുന്നത്. അപ്പോ ആ ഘട്ടത്തിലുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിച്ചു, മുസ്ലിങ്ങളോട് ഒരല്പം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോട് ഒരല്പം കനിവും ആർദ്രതയും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന ഒരേ ഒരു വിഭാഗം ആ ഘട്ടത്തില് ക്രൈസ്തവരാണ്. വിശേഷിച്ച് എത്യോപ്യയിലെ നജാഷി രാജാവിന്റെ നേതൃത്വത്തില് നിലകൊണ്ടിരുന്ന ക്രൈസ്തവ സമൂഹമാണ്. അവിടെ തന്നെ പുരോഹിതന്മാര് ഭൗതിക താല്പര്യങ്ങള് മുന്നിൽ കണ്ടുകൊണ്ട്
അതിന് പാരവെക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതൊരു വസ്തുതയാണ്. പക്ഷെ നജാഷി രാജാവ് വളരെ സത്യസന്ധനായ, സത്യത്തിനോട് വളരെ പ്രതിബദ്ധത കാണിച്ച, വളരെ അസാധാരണമായ നന്മകൾ ഉണ്ടായിരുന്ന ഒരു ഈസ അലൈഹിസ്ലാമിന്റെ ഒരു അനുയായിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ ക്രൈസ്തവൻ എന്നൊന്നും പറയാൻ പറ്റൂല. കാരണം ക്രിസ്തുമതം എന്നത് ഈസ അലൈഹി ഇസ്ലാമിന്റെ ആശയത്തിനെയും അദ്ദേഹം പഠിപ്പിച്ച കാര്യങ്ങളെയും പല നിലക്കും വികലമാക്കപ്പെട്ടതിന് ശേഷമുള്ള ഒരു രൂപത്തിന്റെ പേരാണ് ക്രിസ്തുമതം എന്നത്. എന്നാൽ നജാഷി രാജാവ് അങ്ങനെ ആയിരുന്നില്ല. ഈസ അലൈഹി ഇസ്ലാമിന് ലഭിച്ചിട്ടുണ്ടായിരുന്ന വെളിപ്പാടുകളെ അദ്ദേഹം പഠിപ്പിച്ച ദീനിനെ സത്യസന്ധമായി പിന്തുടരുന്ന ഒരു വ്യക്തിയായിരുന്നു നജാഷി രാജാവ്. അപ്പോ ഈ നജാഷി രാജാവും അതുപോലെ ക്രൈസ്തവ സമൂഹം പൊതുവായിട്ടും അന്ന് അത്രത്തോളം ഇസ്ലാമിനോടുള്ള ശത്രുത അവര് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് ഒരു വസ്തുത. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബാല്യത്തില് ഷാമിലേക്ക് നടത്തിയ ഒരു യാത്രക്കിടയിൽ ഒരു ക്രൈസ്തവ പുരോഹിതനാണ് അദ്ദേഹത്തിനെ വരാനിരിക്കുന്ന പ്രവചിക്കപ്പെട്ട പ്രവാചകനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് ഷാം പ്രദേശത്തുള്ള യഹൂദരിൽ നിന്ന് പ്രയാസങ്ങൾ നേരിടേണ്ടി വരും എന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ മക്കയിലേക്ക് തന്നെ തിരിച്ചയക്കാൻ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ അബൂ താലിബിനോട് പറയുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് പരിചയമുള്ളതാണ്. അപ്പോ ക്രൈസ്തവ സമൂഹം ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും അദ്ദേഹത്തിന്റെ അനുയായികളോടും ഒക്കെ വളരെ ആർദ്രതയോടെ, പരിഗണനയോടെ ഒക്കെ നിലക്കൊണ്ടിരുന്ന ഒരു കാലം. അവരിൽ സത്യസന്ധത ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോ നജാഷി രാജാവിനെ പോലെ, അതുപോലെ വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ള ആളുകള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളുകളാണ്. അപ്പോ ഇവിടെ ഉണ്ടാവുന്നത് റോം ഏറ്റുവാങ്ങിയ പരാജയത്തെ കുറിച്ചാണല്ലോ ഖുർആൻ ഇവിടെ പറയുന്നത്. അപ്പൊ റോം പരാജയം ഏറ്റുവാങ്ങി എന്നത് ഖുറൈശികൾക്ക് വലിയ ആഘോഷത്തിന് അവസരമായി മാറി. കാരണം ഖുറൈശികള് നബിയോടുള്ള ശത്രുതയിലാണല്ലോ. അപ്പൊ നബിയോട് സൗഹൃദം കാണിച്ചിരുന്ന ക്രൈസ്തവരുടെ സാമ്രാജ്യത്തിന് തിരിച്ചടി ഉണ്ടായപ്പോ അത് അവരെ ആഹ്ലാദിപ്പിക്കുകയാണ്. അവരത് മക്കയില് ആഘോഷിക്കുകയും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയും അനുയായികളെയും പരിഹസിക്കാനും നജാഷി രാജാവ്, മുസ്ലിങ്ങൾക്ക് അഭയം നൽകിയ നജാഷി രാജാവിനെയും അദ്ദേഹവുമായി സൗഹൃദത്തിലായിരുന്ന റോമൻ സാമ്രാജ്യത്തിനും തിരിച്ചടി ഉണ്ടായത് ഈ ഖുറൈശികൾക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും ഒക്കെ പകർന്ന് അത് ഒരവസരമാക്കി കണ്ടുകൊണ്ട് മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇകഴ്ത്തി കാണിക്കാനും ഒക്കെയുള്ള പല ശ്രമങ്ങളുമാണ് മക്കയില് ഖുറൈശികൾ ആ ഘട്ടത്തിൽ കാണിച്ചുകൊണ്ടിരുന്നത്. ആ ഒരു മൊമെന്റില് അള്ളാഹു ഇടപെടുകയാണ്. ചരിത്രത്തിലാണ് ഇടപെടുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഖുറൈശികൾ ഈ ആഹ്ലാദം കാണിക്കുന്നതിന്റെ ഒരേ ഒരു കാരണം അവർക്ക് അവരുടെ വളരെ പരിമിതമായി മാത്രമേ അവർക്ക് കാര്യങ്ങളെ കാണാൻ കഴിയുന്നുള്ളൂ എന്നതുകൊണ്ടാണ്. അവർക്ക് ഭാവി അറിയില്ല എന്നതുകൊണ്ടാണ്. വരും വർഷങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ മാറ്റങ്ങൾ, വലിയ സംഭവ വികാസങ്ങൾ, അതിനെക്കുറിച്ചുള്ള യാതൊരു സൂചനയും അവർക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് അവര് റോമിന്റെ പരാജയത്തെ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് ഖുർആൻ പറയുന്ന ഒരു കാര്യം. അല്ലെങ്കിൽ ഒരിക്കലും തന്നെ ഖുറൈശികൾക്ക് ഒരല്പം ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന ആളുകളാണ് അവരെങ്കിൽ വരാനിരിക്കുന്ന നാളുകളിൽ ഉണ്ടാകാൻ പോകുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് മുൻകൂട്ടി കാണാൻ വല്ല കഴിവും അവർക്കുണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും തന്നെ ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അതുപോലെ റോമിനെയും നജാഷി രാജാവിന്റെ ഇടപെടലിനെയും അങ്ങനെയുള്ള സംഗതികളെയൊന്നും പരിഹസിച്ചുകൊണ്ട് ഇപ്പോ റോമിന് പരാജയം ഉണ്ടായ ഘട്ടത്തില് അവര് അത് ആഘോഷിക്കുമായിരുന്നില്ല എന്നാണ് ഈ ഖുർആൻ നൽകുന്ന സൂചന. ഇതുപോലെ തന്നെയാണ് ഈ മക്കയിലെ ആളുകളെ വിശുദ്ധ ഖുർആന്റെ അവതരണത്തിലൂടെ കേൾപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അവർക്ക് ഭാവി അറിയാത്തത് കൊണ്ടാണ് അവരതിനെ നിഷേധിക്കുന്നവരായും അതിനെ പരിഹസിക്കുന്നവരായിട്ടും ഒക്കെ നിലകൊള്ളുന്നത്. മനുഷ്യന്റെ വലിയ പരിമിതിയാണത്. പക്ഷെ ബുദ്ധിയുള്ള മനുഷ്യർ,
കാണാൻ കഴിയാത്ത സംഗതി അവർക്ക് വിലയിരുത്തി സാഹചര്യങ്ങളുടെ സൂചനകളെ ഉൾക്കൊണ്ടുകൊണ്ട് മനസ്സിലാക്കാനും വിശ്വസിക്കാനും ഒക്കെ സാധിച്ചു എന്ന് വരും. പക്ഷെ അതിന് വളരെ ഉയർന്ന നിലവാരത്തിലുള്ള സത്യസന്ധത ഉണ്ടാവണം. അങ്ങനെയാണെങ്കിലേ ഈ സൂചനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഹക്ക് ഉൾക്കൊള്ളാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. അപ്പോ പ്രത്യക്ഷത്തിൽ കൺമുന്നിൽ കാണുന്ന ദൃഷ്ടിയുടെ മുന്നിൽ വരുന്ന കാര്യങ്ങളെ വിശ്വസിക്കുക എന്ന വളരെയേറെ പരിമിതികളുള്ള ഒരു സംഗതിയാണ് ഖുറൈശികൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്ക് അതേ കഴിയുള്ളൂ. അവർക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയുന്നതിന് മാത്രമുള്ള ദീർഘദൃഷ്ടിയില്ല, അല്ലെങ്കിൽ കാര്യങ്ങളെ മുൻകൂട്ടി കാണാനുള്ള കഴിവില്ല, വിലയിരുത്താനുള്ള കഴിവ് പ്രയോജനപ്പെടുത്തുന്നില്ല, അത് ഉൾക്കൊള്ളാനുള്ള സത്യസന്ധതയും അവർക്കില്ല എന്നതാണ് വസ്തുത. ഇക്കാര്യമാണ് ഈ സൂറത്ത് വളരെ പ്രാധാന്യപൂർവം എടുത്തു പറയുന്നത് എന്നത് നമുക്ക് ഈ ആയത്തുകൾ പഠന വിധേയമാക്കുമ്പോൾ ബോധ്യപ്പെടും. നമുക്ക് ഈ സൂറത്തിന്റെ ചരിത്ര പശ്ചാത്തലം വിശദമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ അതിലേക്ക് ചെറിയൊരു തുടക്കം ഇട്ടിട്ടേ ഉള്ളൂ ഇന്ന്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇന്ന് പോകുന്നില്ല. 1-2 ദിവസങ്ങൾ എടുത്തുകൊണ്ട് ഈ ചരിത്ര പശ്ചാത്തലം, പ്രത്യേകിച്ച് ആ സമകാലിക രാഷ്ട്രീയ ചരിത്രം, ഇത്രയേറെ പ്രാധാന്യമുള്ള രാഷ്ട്രീയ വിഷയം വിശുദ്ധ ഖുർആൻ വേറെ സൂറത്തുകളിലൊന്നും കൈകാര്യം ചെയ്യണില്ല എന്നതുകൊണ്ട് നമുക്കിതിനെ വളരെ പ്രാധാന്യപൂർവം വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഈ സമകാലിക രാഷ്ട്രീയത്തിന്റെ ഇത്രയും സൂക്ഷ്മമായ ചില കാര്യങ്ങളിൽ ഈ ദൈവിക വെളിപ്പാടുകൾ ഉണ്ടായി എന്നത് മനസ്സിലാക്കാൻ കൂടി നമുക്കത് ഉപകരിക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് ഈ സൂറത്തിനെ കുറിച്ച് പൊതുവായി ചില കാര്യങ്ങൾ പറയാനുണ്ടായിട്ടുള്ളത്, അതിന്റെ പേരിനെ കുറിച്ച് പറഞ്ഞു, അതിലടങ്ങിയ ആയത്തുകളെ കുറിച്ച് പറഞ്ഞു. ഇത് അവതരിച്ച ഒരു സമയം വളരെ സംക്ഷിപ്തമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ചരിത്ര വിവരണം നമ്മൾ ഇതിനോടൊപ്പം ഈ സൂറത്തിന്റെ പഠനം തുടങ്ങുന്നതിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അത് ഇൻഷാ അല്ലാഹ് 1-2 ദിവസങ്ങളിലായിട്ട് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇന്നത്തെ സെഷൻ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.